കുറെ നാൾ കൂടിയല്ലേ നിങ്ങൾ എല്ലാരും കൂടി ഒത്തുകൂടിയത്. നീ നാളെ രാവിലെ ഇങ്ങെത്തില്ലേ? പഴയതുപോലെ രാവിലെ ഒന്ന് നടക്കാൻ പോണോന്നാ അമ്മ പറയുന്നത്. അത് കഴിഞ്ഞ് ആദ്യം ചേച്ചി വരും, പിന്നെ ആദർശേട്ടൻ വന്നിട്ട് എന്നെ കൊണ്ടുപോയാൽ മതി. ദേ, നടക്കാൻ പോകുന്നൊക്കെ കൊള്ളാം. നവ്യയുടെ മാറ്റം മൂടി വെക്കാനാണ് പ്ലാനെങ്കിൽ പരിചയക്കാരൻ നിങ്ങളെ ഒന്നിച്ച് കാണാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെ ഒരു സ്ഥലത്തേക്കേ ഞങ്ങൾ പോവുള്ളൂ ആദർശേട്ടാ. നീ അമ്മയെ വിളിച്ചായിരുന്നോ? കുറച്ചു മുന്നേ വിളിച്ചായിരുന്നു. അമ്മയ്ക്ക് നിന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ലേ? ശരിയെന്നാ, ചേച്ചിക്കും അനിയത്തിക്കും ഒപ്പം പഴയ കഥകളൊക്കെ പറഞ്ഞ് നീ നവ്യ ഒന്ന് റിലാക്സ് ചെയ്യിക്ക്. അവക്ക് പരമാവധി കോൺഫിഡൻസ് കൊടുക്ക. ശരി ആദർശേട്ടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചിയുടെ കാര്യത്തില് ആദർശേട്ടന് നല്ല വിഷമമുണ്ട്. അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണോടി. നിന്നെ സ്നേഹത്തോടെ ഏതു നേരവും വിളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നിനക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവുമ്പോ തലോടി ആശ്വസിപ്പിക്കാൻ ആദർശേട്ടനെ പോലൊരു ഭർത്താവുണ്ട്. എനിക്ക് ആരും ഇല്ലാതെ പോയത്. എന്താ ചേച്ചി അങ്ങനെ പറയുന്നേ? ചേച്ചിക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ ദുഷ്ടരായ ഭർത്താവും അമ്മായിയമ്മയും ഇല്ലാതിരിക്കുന്നതന്നെ നല്ലത്. ഏഞ്ചൽറിയുടെ പരസ്യത്തിലൂടെ ഒരു മോഡലായിട്ട് ഞാൻ പേരെടുത്തു കഴിഞ്ഞു. ഇനി ആ പേര് മൂർത്തീസ് ജ്വല്ലറിക്ക് ഗുണമാവണം. ഈ നാടകം അവസാനിപ്പിച്ചതിന് ശേഷം പിന്നെ മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടിയായിരിക്കും ഞാൻ എന്റെ സമയം ചെലവഴിക്കുന്നത്. അതിനുള്ള ഫലവും ചേച്ചിക്കുണ്ടാവും. ജോലി ചെയ്യാതെ പ്രതിഫലം പറ്റുന്നവരെയാ മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ അവഗണിക്കുന്നത്. കുടുംബത്തിനും ബിസിനസിനും വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ ഇരട്ടി സഹായം ചെയ്യും അവരൊക്കെ. നന്ദു, എന്റെ ജീവിതം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് നീ നിനക്കിഷ്ടപ്പെട്ട പയ്യനെ തന്നെ ചൂസ് ചെയ്യണം. നവീനേക്കാളും നിനക്ക് അനിയോടാണ് താല്പര്യമെങ്കിൽ അവൻ തന്നെയാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. അവിടെ പിന്നെ അനിയായാലും നവീനായാലും കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. രണ്ടാളെയും നമുക്കറിയാവുന്നല്ലേ. അതെ, ചതിയും വഞ്ചനയും കൂടെ കൊണ്ട് നടക്കുന്ന ഒരുത്തനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ അവിടെ തീർന്നു മോളെ നമ്മുടെ ജീവിതം. ഇവിടെ അനന്തപുരി എന്നൊരു വലിയ തറവാട്ടിലേക്കാ ഞങ്ങൾ മരുമക്കളായി കടന്നു ചെന്നത്. അതുകൊണ്ട് അഭി എന്നെ വഞ്ചിച്ചിട്ടും എനിക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല. അതിനു പകരം മറ്റേതെങ്കിലും വീട്ടിലേക്കായിരുന്നു ഞാൻ പോയതെങ്കിലോ ഇപ്പൊ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്തേനെ? പിന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്കും ഉണ്ടായിരുന്നു അത്യാഗ്രഹം ഒരുപാട്. അതിന് കിട്ടേണ്ട ശിക്ഷ തന്നെയാ എനിക്ക് കിട്ടിയതൊക്കെ.